ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മുഖത്ത് കുരുക്കൾ വന്നിട്ടുണ്ടാകുന്ന കറുത്ത പാടുകൾ എങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് പറയാനാണ്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, കുരുക്കൾ വന്നിട്ടുണ്ടായിട്ടുള്ള കറുത്ത പാടുകൾ നമുക്കെങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് ആര്യവേപ്പിലയാണ്. അതായത് ഒരു ആര്യവേപ്പിൻ്റെ ഒരു തണ്ട് ഇത്ര മതി കേട്ടോ. ഈ ആര്യവേപ്പിൻ്റെ ഈ ഒരു തണ്ട് ഞാൻ നേരത്തെ അരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയുള്ള ഒരു ആര്യവേപ്പിൻ്റെ ഈ ഒരു തണ്ട് അത് അരച്ചെടുക്കുക. അതിങ്ങനെ അരച്ചിങ്ങനെ നല്ല പേസ്റ്റ് പരുവത്തിൽ എടുക്കുക. അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന അരകല്ലിൽ വെച്ചിട്ട് അരക്കല്. അരകല്ലിൽ വെച്ചിട്ട് അരച്ചാൽ ഇത് അരച്ചിട്ട് നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ മുഖത്ത് നീറാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ നേരത്തെ നമ്മുടെ കല്ലിൽ നമ്മൾ മുളകൊക്കെ അരച്ചിട്ടുള്ള കല്ലാണല്ലോ, അപ്പോൾ നമ്മുടെ മുഖം നീറാനുള്ള സാധ്യതയുണ്ട് ഒന്ന്. പിന്നെ അടുത്ത തവണ നമ്മൾ കറിക്ക് അതിൽ വെച്ച് അരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ നല്ല കയ്പ്പാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ കയ്പ്പ് നമ്മൾ അടുത്ത പ്രാവശ്യം അരയ്ക്കുന്നതിൽ പിടിച്ചിട്ട് നമ്മുടെ കറികൾ വേസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കല്ലിൽ വെച്ചിട്ട് അരച്ച് എടുക്കരുത്. നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ആര്യവേപ്പിലയിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്ല കസ്തൂരി മഞ്ഞൾ ഇല്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടലമാവ്, ഒരു 1/2 ടീസ്പൂൺ കടലമാവ് നമ്മൾ എപ്പോഴും നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കുമ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ കടലമാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഫേസിന് വേണ്ടുന്ന നമ്മുടെ ആ ഒരു ബ്ലാക്ക് സ്പോട്ട്, അതല്ലെങ്കിൽ നമ്മുടെ മെലാസ്മ വന്നിട്ടുണ്ടാകുന്ന കറുത്ത പാടുകൾ, അതൊക്കെ കുറയ്ക്കുന്നതിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സാധനമാണ് കടലമാവ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്ത് നമുക്കത് നല്ലതായിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്കത് കുഴച്ചെടുക്കാമേ. ഇനി റോസ് വാട്ടർ എന്തെങ്കിലും അലർജി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ റോസ് വാട്ടർ എടുത്തു, എനിക്ക് റോസ് വാട്ടറിന് പ്രത്യേകിച്ച് അലർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനി നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല കട്ടി തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണേ. എനിക്ക് ക്യാമറ തന്നെ നോക്കി ഇരുന്നുകൊണ്ട് എനിക്കങ്ങോട്ട് ശരിയാവില്ല. ഈ ഫേസ് പാക്ക് മുഖത്ത് മാത്രമല്ല കേട്ടോ, ഈ ചിലർക്ക് ആണെന്നുണ്ടെങ്കിലും ഈ കയ്യിൻ്റെ ഈ ഷോൾഡറിൻ്റെ ഈ 2 സൈഡിലും കുരുക്കൾ വരും. ഈ 2 സൈഡിലും കുരുക്കൾ വരും, ചിലർക്ക് പുറത്ത് കുരുക്കൾ വരും. അപ്പോൾ നമ്മുടെ ദേഹത്ത് എവിടെയാണോ കുരുക്കൾ ഉണ്ടാകുന്നത് അവിടെ ഈ പാക്ക് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇതിന് പ്രത്യേകം ഓർക്കും, ഈ പാക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഒരു 3 മാസമെങ്കിലും തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യാം. എനിക്കിത് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടി. വേറെ ഒരു യൂട്യൂബിൽ ഇത് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ എനിക്ക് വേണ്ടി ട്രൈ ചെയ്തത്. അപ്പോൾ ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടോണാണ്, അതനുസരിച്ചിട്ട് റിസൾട്ടും ചിലർക്ക് വേഗം കിട്ടും, ചിലർക്ക് പയ്യെ കിട്ടും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് എന്തായാലും ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടി. അത് പറയാൻ എന്താ കാരണമെന്ന് വെച്ചാൽ എനിക്ക് ഓരോ ദിവസവും ഓരോരോ കുരുക്കൾ എൻ്റെ ഫേസിൽ 2 സൈഡിലും വരുമായിരുന്നു. അപ്പം ഈ ഫേസ് പാക്ക് ഇട്ടതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ എനിക്ക് പുതിയ കുരുക്കളൊന്നും വന്നുമില്ല. ആ ഉള്ള കുരുക്കൾ ഒന്ന് കരിഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായി. ഉള്ള കുരുക്കളൊന്ന് കരിയുകയും ചെയ്തു. പുതിയ കുരുക്കളൊന്നും എനിക്ക് വന്നതുമില്ല. അത് കാരണമാണ് ഞാൻ വീണ്ടും ഈ ഫേസ് പാക്ക് റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. നിങ്ങൾ ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്